ഹനാൻഷ, ഫെജോ, തുപ്പി. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഈ മൂന്നുപേരും വന്ന ഒരു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു. പരിപാടിയിൽ ആള് കുറവെന്ന് പറഞ്ഞിട്ട് പലതരത്തിലുള്ള ട്രോള് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മൂന്ന് പേരും നല്ല ടാലൻ്റ് ഉള്ളവരാണ്, നല്ല ക്രൗഡ് കപ്പാസിറ്റി ഉള്ള ആൾക്കാർ തന്നെയാണ്. അവരുടെ പരിപാടി എവിടെ നടന്നാലും നല്ല ക്രൗഡ് ഉണ്ടാകാറുണ്ട്. അപ്പം ഞാൻ ആ പ്രോഗ്രാമിൽ നടന്ന ഞാൻ ഫൈൻഡ് ചെയ്ത കുറച്ച് മിസ്റ്റേക്സ് ഞാൻ നോട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും ഇത് അവരുടെ ഫോൾട്ട് കൊണ്ട് സംഭവിച്ചല്ല, പിന്നെ ഈ സ്ഥലത്തിൻ്റെയും പ്രശ്നമല്ല. അതായത് ഞാൻ മനസ്സിലാക്കിയത് ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞാൽ കണ്ണൂരിൻ്റെ ഒരു സീസൺ ഇവർ മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. കണ്ണൂരിൽ ഇപ്പം നല്ല തെയ്യം സീസണാണ്. ആദ്യത്തെ ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ കണ്ടന്റ് മേ ബി ഇങ്ങനെ പ്രോഗ്രാം നടത്തുന്ന കാര്യം പല കണ്ണൂർക്കാരും അറിയുന്നത് ആ ദിവസം അല്ലെങ്കിൽ ഈ പരിപാടിക്ക് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ വന്നപ്പോഴാണ്. പലരും പ്രോപ്പറായി ഈ കാര്യങ്ങൾ അറിഞ്ഞില്ല. ഇനി അറിഞ്ഞു വന്ന് അവരെ ബന്ധപ്പെടുന്ന സമയത്ത് ടിക്കറ്റിന് അമിതമായിട്ടുള്ള ചാർജ്, കാരണം ഒരാൾ അഫോർഡ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചാർജ് അയക്കാനാൽ എല്ലാവരും അങ്ങോട്ട് പോകാൻ തീർച്ചയായിട്ടും പഠിക്കും. ഒരു പരിപാടി ഒരു ഫെയിലിയർ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളുടെ കരിയറിൽ തന്നെ ചെറിയൊരു ഡൗൺ വന്നു കഴിഞ്ഞാൽ അത് ആഘോഷമാക്കാതെ അവരുടെ കൂടെ നിന്നാ നോക്കാം. കാരണം അവരെല്ലാം കഴിവുള്ള കലാകാരന്മാരാണ്. തീർച്ചയായും ഇനിയും അതൊരു ബെസ്റ്റായിട്ട് കാണിക്കും. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇതിലുള്ള തൊപ്പി തന്നെ മതി. തൊപ്പിന്റെ ഒരു പ്രോഗ്രാം എവിടെയെങ്കിലും നിങ്ങൾ അനൗൺസ് നോക്കി, ഒരു ഇനോഗ്രേഷൻ അനൗൺസ് ചെയ്ത് നോക്കിയാൽ എത്രയധികം ക്രൗഡാണ് അവിടെ വരുന്നത്. അത് അനാൻഷ വന്ന കോഴിക്കോടുള്ള പ്രോഗ്രാം ആയാലും ശരി, ഇനി വേടം പോയ പ്രോഗ്രാം ആയാലും ശരി, ഇനി ഫെജോ പോയ പ്രോഗ്രാം ആയാലും. ഫെജോ ഇതിന് മുമ്പ് കണ്ണൂർ വന്നിട്ടുണ്ട്. ആ സമയത്തുള്ള ക്രൗഡ് ഉണ്ടല്ലോ, അത് ഒരു രക്ഷയില്ലാത്ത ക്രൗഡാണ്. ഒരുപാട് പകുതിക്കുന്ന പരിപാടി വരെ നിർത്തേണ്ട വന്നിട്ടുണ്ട്. സോ ഇത് അവരുടെ ഫോൾട്ടല്ല, ഇത് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഇത് എൻ്റെ നിഗമനത്തിലാണ് പറഞ്ഞത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്ക്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.